ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ രഞ്ജി ട്രോഫി ടീമിൽ ചേർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുംബൈക്ക് വേണ്ടി സെമി ഫൈനലിൽ കളിക്കും എന്നാണ് വിവരം. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെട്ട ശേഷം അവസാന നിമിഷം തഴയപ്പെടുകയായിരുന്നു അദ്ദേഹം. വരുൺ ചക്രവർത്തിയെ അവസാന സമയത്ത് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയതോടെ ജയ്സ്വാളിനെ ടീം മാനേജ്മെന്റ് നോൺ ട്രാവലിംഗ് റിസർവിലേക്ക് മാറ്റുകയായിരുന്നു. ഫെബ്രുവരി 17 ആരംഭിക്കാനിരിക്കുന്ന വിദർഭയ്ക്കെതിരായ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ജയ്സ്വാൾ മുംബൈക്കായി കളിക്കും. 15-അംഗ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അവസാന നിമിഷമാണ് ടീം മാനേജ്മെന്റ് 2 മാറ്റങ്ങൾ വരുത്തിയത്. വരുൺ ചക്രവർത്തിയെ ഉൾപ്പെടുത്തിയതിനു പുറമെ പരിക്കേറ്റ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ഹർഷിത് റാണയെ ടീമിലെടുക്കുകയായിരുന്നു. രഞ്ജി ട്രോഫിയിൽ മേഘാലയക്കെതിരായ മത്സരത്തിൽ നിന്ന് ജയ്സ്വാൾ വിട്ടുനിന്നിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കും ചാമ്പ്യൻസ് ട്രോഫിക്കും തയ്യാറെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ദേശീയ ടീമിൽ ഉൾപ്പെടാതിരുന്നതോടെയാണ് രഞ്ജിയിലേക്ക് തിരിച്ചെത്തുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ജയ്സ്വാൾ. ഇതിനു മുൻപ് ജമ്മു കാശ്മീരിനെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിൽ ജയ്സ്വാൾ പങ്കെടുത്തിരുന്നു. 2 ഇന്നിംഗ്സുകളിൽ നിന്ന് 4ഉം 26ഉം റൺസാണ് നേടിയത്. മത്സരത്തിൽ മുംബൈ 5 വിക്കറ്റിന് തോൽക്കുകയും ചെയ്തു. ഏകദിന പരമ്പരയിൽ നാഗ്പൂരിൽ നടന്ന ആദ്യ മത്സരത്തിലാണ് ജയ്സ്വാൾ ഈ ഫോർമാറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. കന്നി ഏകദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല. 15 റൺസ് മാത്രമാണ് നേടാനായത്. ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും അർദ്ധ സെഞ്ചുറി നേടി ഈ മത്സരത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഇതോടെ 2ാം ഏകദിനത്തിൽ നിന്ന് ജയ്സ്വാളിനെ ഒഴിവാക്കി. പരിക്കുമൂലം ആദ്യ മത്സരത്തിൽ വിട്ടുനിന്ന വിരാട് കോഹ്ലി തിരിച്ചെത്തുകയും ചെയ്തു. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ജയ്സ്വാൾ. അടുത്തിടെ അവസാനിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനുമായിരുന്നു. റെഡ് ബോൾ ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിലെ പ്രധാന സാന്നിധ്യമായി മാറിയ അദ്ദേഹം ഈ വർഷം അവസാനം ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര ടെസ്റ്റ് പരമ്പരയിൽ കളിച്ചേക്കും. മുംബൈക്ക് വേണ്ടി സെമി ഫൈനലിൽ ഇന്ത്യൻ ടീമിലെ പ്രധാന കളിക്കാരായ സൂര്യകുമാർ യാദവും ശിവം ദുബെയും കളിക്കുന്നുണ്ട്. ഫെബ്രുവരി 17 മുതൽ 21 വരെയാണ് വിദർഭയ്ക്കെതിരെയുള്ള മത്സരം. ദുബെയും ചാമ്പ്യൻസ് ട്രോഫിയിൽ നോൺ ട്രാവലിംഗ് റിസർവാണ്. അജിങ്ക്യ രഹാനെ ക്യാപ്റ്റൻ, ആയുഷ് മാത്രെ, അങ്കുഷ് രഘുവൻഷി, അമോഘ് പട്കൽ, സൂര്യകുമാർ യാദവ്, യശസ്വി ജയ്സ്വാൾ, സിദ്ധേഷ് ലാഡ്, ശിവം ദുബെ, ആകാശ് ആനന്ദ് വിക്കറ്റ് കീപ്പർ, ഹർദിക് താമോർ വിക്കറ്റ് കീപ്പർ, സൂര്യൻ ഷെഡ്ഗെ, ഷർദുൽ താക്കൂർ, ഷംസ് മുലാനി, തനുഷ് കൊട്ടിയാൻ, മോഹിത് അവസ്തി, സിൽവസ്റ്റർ ഡിസൂസ, റോയ്സ്റ്റൺ ഡയസ്, അഥർവ അങ്കോളേക്കർ, ഹർഷ് തന്ന എന്നിങ്ങനെയാണ് മുംബൈ ടീം.